ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിക്കാൻ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ ജോസ് കൂട്ടി ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം സർ. നിലവിൽ ഇപ്പോൾ ഒരു വെടിനിർത്തലിലേക്ക് പോകുന്നതായുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ടോ? അതായത് ഖമനയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്താൻ തുടങ്ങുന്നു എന്നൊക്കെയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നത്. മറുവശത്ത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടൊക്കെ കപ്പലുകൾക്ക് നീങ്ങാൻ സമയമായി എന്നൊക്കെ പറയുന്നതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു വെടിനിർത്തലിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണോ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? വെടിനിർത്തൽ തുടരുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കുവാൻ. അതേസമയം ഒരു കൃത്യമായിട്ടുള്ള ഒരു കരാറിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. കാരണം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇറാന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും വരുന്നത്. അപ്പോൾ നമുക്ക് അത് മറ്റു മാർഗങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു ധാരണാപത്രത്തിൽ ഇവരെത്തിച്ചേർന്നിട്ടുണ്ട്. ഏകദേശം ഒരു ധാരണയിൽ, ഒരു ഫ്രെയിംവർക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ തന്നെ അവർ പുറത്തുവിടുന്ന വിവരങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങളാണ്. ഉദാഹരണമായിട്ട് ഇറാൻ പറയുന്നു ന്യൂക്ലിയർ സംബന്ധമായ കാര്യങ്ങളിൽ യാതൊരു ധാരണയിലും എത്തിയിട്ടില്ല, അത് ഒരു ചർച്ചയും ചെയ്യുന്ന അവസ്ഥയിൽ എത്തിയിട്ടില്ല. ട്രംപ് പറയുന്നു ഹോർമുസ് കടലിടുക്കുകളിലൂടെ ഇനി കപ്പലുകൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാം. ഇറാൻ പറയുന്നു അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരവേ തന്നെ ഇവരുടെ എല്ലാം വിദേശ വക്താക്കളുടെ വിവിധ സോഴ്സുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്തൊക്കെയോ അണ്ടർസ്റ്റാൻഡിങ്ങുകളിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നാൽ പരസ്യമായിട്ട് തങ്ങളുടെ നിലപാടുകളും തങ്ങളുടെ വ്യവസ്ഥകളും മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിച്ചു എന്ന് പറയുവാനും ലോകത്തെ ധരിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം പരസ്പര വിരുദ്ധവും എന്നാൽ പരസ്പരം അംഗീകരിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങളുടെ സൈഡ് വിജയം നേടിയെന്നുള്ള പ്രസ്താവനകൾ വരുന്നത്. അതുകൊണ്ട് ഇത്തരം പരസ്പര വിരുദ്ധമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ ഇവർ പരസ്യമായി പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, രണ്ടു കൂട്ടർക്കും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വലിയ താല്പര്യമില്ല എന്നുള്ളത് ഒന്ന്. അതേസമയം ഞങ്ങളുടേതായിട്ടുള്ള നിലപാടുകൾ മറ്റുള്ളവരെ കൊണ്ട്, എതിർകക്ഷിയെ കൊണ്ട് അംഗീകരിപ്പിച്ച് വിജയിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പുകമറ സൃഷ്ടിക്കുവാനും ഇവർ ശ്രമിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ക്ഷീണം സംഭവിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്കാണ്. കാരണം അമേരിക്ക ആദ്യഘട്ടത്തിൽ എന്തൊക്കെയാണോ ഇതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായി അവതരിപ്പിച്ചത് അവയിൽ ഒന്നും തന്നെ പൂർണ്ണമായി നേടുവാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. അതേസമയം ട്രംപിന്റെ ഗീർവാണങ്ങൾ നടത്തിയ രീതിയിലുള്ള ഒന്നും തന്നെ നടന്നിട്ടുമില്ല. അപ്പം അവിടെ ഒരു മുഖച്ഛായ രക്ഷിക്കുക, തങ്ങളുടെ നിലപാടുകളിൽ വിജയം കണ്ടു, തങ്ങൾ യുദ്ധത്തിൽ വിജയിച്ചു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇരുകൂട്ടരും പ്രത്യേകിച്ച് ട്രംപ് നടത്തുന്നെന്ന് വേണം മനസ്സിലാക്കുവാൻ. അതേസമയം ഒരു വെടിനിർത്തലിലേക്ക് അല്ലെങ്കിൽ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കാലത്തുകാലം മുന്നോട്ട് കൊണ്ടുപോകുന്നു. വളരെ അഭിപ്രായ വ്യത്യാസമുള്ള കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഇഷ്യൂസ് ക്രമേണ പറഞ്ഞു തീർക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ന്യൂക്ലിയർ ഇഷ്യൂ ആണെന്നും വേണം മനസ്സിലാക്കുവാൻ. അതുപോലെ തന്നെ ഈ ഹോർമുസുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ഒരു നിലപാട്, അത് എത്രയും വേഗം തുറക്കണമെന്നുള്ളൊരു ധാരണയിലേക്ക് ട്രംപിനെത്താൻ ഉള്ളൊരു സാഹചര്യമുണ്ടോ? പക്ഷെ അതിലിപ്പോൾ ഇറാനാണോ അതിൽ സമവായത്തിൽ എത്താത്തത്? അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ട്രംപിന് അതിൽ പൂർണ്ണമായും തുറന്നു കൊടുത്തിരിക്കുന്നു, വ്യാപാരം നടക്കും എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ഈ പാത കപ്പലുകൾക്ക് സഞ്ചാരയോഗ്യമാകണം. പക്ഷേ അവിടെ കടൽ ബോംബുകൾ, മൈൻസ് വിതറിയിരിക്കുന്നത് കൊണ്ട് അതെല്ലാം ക്ലിയർ ചെയ്ത് എടുക്കണമെങ്കിൽ മാസങ്ങളോട് എടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ചെറിയ ദൂരത്ത് മാത്രമായിരിക്കും ഇവർക്ക് സുരക്ഷിതമായിട്ട് സഞ്ചരിക്കുവാൻ കഴിയുക എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടന്നാലും തത്വത്തിൽ ഹോർമുസ് കടൽ തുറന്നു കൊടുക്കുവാൻ ഇവർ തയ്യാറായാലും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം തത്വത്തിൽ ഇത് അംഗീകരിച്ചാലും പ്രായോഗികമായി ഇത് നിലവിൽ കൊണ്ടുവരുവാനായിട്ട് കുറേയധികം സമയം കൂടി എടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇവിടെ യഥേഷ്ടം തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇറാന്റെ കൈവശമുള്ള പ്രധാനപ്പെട്ട ബാർഗൈനിങ് പോയിന്റ് ഇല്ലാതാവുകയും അങ്ങനെ ഇറാൻ അതിന് സമ്മതിച്ചു കഴിഞ്ഞാൽ ട്രംപ് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നു എന്നുള്ളത് വരികയും ഇറാന്റെ ഏറ്റവും വലിയ വാദഗതി അല്ലെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള അവർക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന അവരുടെ ആയുധമില്ലാതാവുകയാണ്. അതേസമയം ട്രംപ് പറയുന്നുണ്ട് അവർ കപ്പൽ ഗതാഗതത്തിന്, കപ്പൽ ചരക്ക് ഗതാഗതത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്കുകൾ ഉടനെ പിൻവലിക്കുമെന്നും. പക്ഷേ
ഈ ട്രംപിന്റെ പ്രസ്താവനകളായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ സുഗമമായി ഈ പാതയിലൂടെ കടലിടുക്കിലൂടെ എണ്ണ വ്യാപാരമാണെങ്കിലും മറ്റ് വ്യാപാരങ്ങളാണെങ്കിലും നടക്കാവുന്ന ഒരു സ്ഥിതി നിലവിലില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഇന്ധന ലഭ്യതയും എണ്ണയുടെ ലഭ്യതയും ഒക്കെ വളരെ കുറഞ്ഞ് ഇതിന്റെ വില ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ കയറി ഇറങ്ങി നിൽക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ജോസ് കുട്ടി പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.